നായ പഴയതുപോലെ ഓടിച്ചാടി നടക്കുന്നില്ല എന്ന് കണ്ട് ഡോക്ടറെ കാണിച്ച വീട്ടുകാർ ഒന്ന് ഞെട്ടിയ സംഭവമാണ്. 50-ലേറെ ഹെയർ ബാൻഡുകളാണ് ഈ നായയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയത്. അപ്പോൾ നമുക്കൊപ്പം സ്നേഹയാണ് ഉള്ളത്. സ്നേഹ, ഈ നായ ഒരു ചെറിയൊരു പുള്ളിയൊന്നും അല്ല, 19 ഹെയർ ബാൻഡുകളാണല്ലോ വയറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നത്. തീർച്ചയായും സേതുലക്ഷ്മി, ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് നായകളൊക്കെ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉടമസ്ഥരെ പൊല്ലാപ്പിലാക്കുന്ന വാർത്തയൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും വീടിൻ്റെ പുനർനിർമ്മാണ ജോലികൾക്കായിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ, ഉടമസ്ഥരെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസയൊക്കെ ഒരു നായ അകത്താക്കി അങ്ങനെ ഉടമസ്ഥരെ പൊല്ലാപ്പിലാക്കിയ വാർത്തയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പം ഇംഗ്ലണ്ടിലെ ഡോർസെറ്റിലുള്ള ഹാം എന്ന വിളിപ്പേരുള്ള 2 വയസ്സുള്ള നായ ഒപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ നായ എന്ന് പറയുമ്പോൾ ഈ നായയുടെ സ്വഭാവത്തെക്കുറിച്ച് ഉടമസ്ഥർ പറയുന്നതെന്ന് വെച്ചാൽ ആരെ കണ്ടാലും കുരയ്ക്കും. അതായത് വഴിയെ പോകുന്നവരെ പോലും വെറുതെ വിടാത്ത ഒരു നായയാണ്. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് നായ കുരയില്ല, ഈ പതിവ് പോലെ ഈ ഉടമസ്ഥരുമായിട്ട് കളിക്കുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ അങ്ങ് ഒതുങ്ങിക്കൂടി കിടക്കുകയാണ്. അപ്പം നായക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു ഉടമസ്ഥർ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ നായ ഒരു ഹെയർ ബാൻഡ് വിഴുങ്ങുന്നതായിട്ട് ഈ ഉടമസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇവരെ ഒന്നും നോക്കിയില്ല, നായ എടുത്തുകൊണ്ട് നേരെ വെറ്റിനറി ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചു, എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഈ നായ 50 മുതൽ 60 വരെ ഹെയർ ബാൻഡ്, അതിന് 200 ഗ്രാമോളം തൂക്കമുള്ള 50 മുതൽ 60 വരെയുള്ള ഹെയർ ബാൻഡ് നായ വിഴുങ്ങി എന്നാണ് ഡോക്ടർ പറയുന്നത്. ശേഷം സർജറി കഴിഞ്ഞു. സർജറിക്ക് ശേഷം ഈ ഹെയർ ബാൻഡൊക്കെ പുറത്തെടുത്തു. അപ്പൊ നിലവിൽ ഈ നായ കുരയ്ക്കാണ്ടും അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാണ്ട് ഇടുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഇവർക്ക് ആ നായയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ തോന്നിയത് വലിയൊരു കാര്യം. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളിലേക്കൊക്കെ ഈ സംഭവം മാറുമായിരുന്നു. അപ്പൊ